എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് കുര്യാക്കോസ്, അജ്മാൻ അൽ ഇത്തിഹാദ് പോളി ക്ലിനിക്കിൽ ഓർത്തോപെഡിക് സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് മുസ്ലിം ലീഗ് വയനാട് പ്രളയബാധിതർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത 51 വീടുകളുടെ ഗൃഹപ്രവേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ മൊത്തം 105 വീടാണ് അവർ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 51 വീടിന്റെ എല്ലാ പണികളും തീർത്ത് താമസയോഗ്യമാക്കി നല്ല ഫർണിച്ചർ അടക്കം 1 മാസത്തെ ഫുഡ് അടക്കം കൊടുത്ത് ഇന്നലെ ഇന്നുമായിട്ട് അവിടെ ആൾക്കാർ താമസിക്കുകയാണ്, താമസം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത് ശരിക്കും ഒരു പണി തുടങ്ങിയിട്ട് 10-20 മാസമായി. ഒരുപാട് കഠിനാധ്വാനവും ഒക്കെ ചെയ്തിട്ടാണ് അവരെ വീട് പൂർത്തിയാക്കിയത്. ഒരുപാട് ഫണ്ട് വേണം. 1060 സ്ക്വയർ ഫീറ്റ് ആണ്. 1060 സ്ക്വയർ ഫീറ്റ് ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ഫണ്ട് വേണം. എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങൾ, നല്ല ആർക്കിടെക്ട്സ്, നല്ല ബിൽഡേഴ്സ്, അവർക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ മറ്റുള്ള ഒരുപാട് സംഘടനകൾ വീട് ഓഫർ ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കുമായിരിക്കും. ഇതിപ്പോൾ അത് അവർക്കൊരു മാതൃകയായി ലീഗിന്റെ ഈ ഒരു പ്രവൃത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ വാക്ക് പൂർത്തീകരിക്കാനുണ്ട്, കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, പല സംഘടനകളും വ്യക്തികളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമായി ഈ ലീഗിന്റെ ഒരു പ്രവൃത്തി. അതിൽ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കാര്യങ്ങൾ നടത്താനുള്ള മുസ്ലിം ലീഗിന്റെ കഴിവ് ഒന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. അത് ഒരു കാര്യം. ലീഗിന് വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ നേരത്തെ നടത്തി ഇലക്ഷന് മുമ്പ് ഇത് കൈമാറ്റം ചെയ്ത് ഒരു വലിയ ഷോയൊക്കെ നടത്തായിരുന്നു. അവരത് ചെയ്തില്ല. അല്ലെങ്കിൽ പണി തീർന്ന വീടുകൾ അത് താക്കോൽ ദാനം നടത്തി ഒരു ഷോ നടത്തായിരുന്നു, അതും ചെയ്തില്ല. അവർ നിശബ്ദമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഈ പാലുകാച്ചൽ ചടങ്ങിന്റെ സമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ ലീഗ് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. ഈ ചടങ്ങിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകരോ ലീഗിന്റെ സാധാരണ പ്രവർത്തകരോ നാട്ടുകാരോ ജനങ്ങളോ പൊതുജനങ്ങളോ പങ്കെടുക്കാൻ പാടില്ല. ഓരോ വീടിന്റെയും പാലുകാച്ചൽ ചടങ്ങെന്ന് വെച്ചാൽ അവരുടെ സ്വകാര്യ ചടങ്ങാണ്. അതിനകത്തോട്ട് ജനങ്ങൾ ഇടിച്ചു കയറി ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലും ലീഗ് വിലക്കി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാ ലീഗിനെ ഇത്രയധികം പൊക്കി പറയുന്നതെന്ന്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഗൾഫിലാണ്. UAE മുസ്ലിം ലീഗ് ഇല്ല. KMCC എന്ന് പറഞ്ഞൊരു സംഘടനയുള്ളത്. ഈ KMCCയുടെ ആ സംഘടനയെക്കുറിച്ച് ഞാൻ പറയാൻ കാര്യം, 2020 ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. കൊറോണ കത്തിക്കയറുന്ന സമയത്ത് KMCC അയക്കുന്ന ഏത് രോഗിയെയും പരിശോധന ഫീസ് ഇല്ലാതെ പരിശോധിക്കാൻ ഞാൻ റെഡിയാണ്. കാരണം അന്ന് ജനങ്ങൾ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. KMCC പറയുന്ന ആളെ സൗജന്യമായിട്ട് ഞാൻ നോക്കാം, എനിക്ക് KMCCയിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നും പറഞ്ഞൊരു ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. അത് വൈറലായി. ഒരുപാട് പേര് അഭിനന്ദിച്ചു, കുറച്ച് പേര് വിമർശിച്ചു. ഇടതുപക്ഷ അനുഭാവിയായ ഡോക്ടർ എന്തിനാണ് KMCCയെ പ്രകീർത്തിച്ച് സംസാരിച്ചതെന്ന്. അത് ഈ മീഡിയ വണ്ടിൽ എൻ്റെ ഒരു ഇന്റർവ്യൂ വന്നായിരുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അന്ന് KMCC ചെയ്ത പോലെ ഒരു പ്രവൃത്തി വേറൊരു സംഘടനയും ചെയ്തിട്ടില്ല. മറ്റുള്ള സംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്, ആരെയും കുറച്ച് കാണുന്നില്ല. പക്ഷേ KMCC ചെയ്ത പോലെ ഒരു വർക്ക് അന്ന് ഗൾഫിൽ മറ്റൊരു സംഘടനയ്ക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ സ്വന്തം അവിടുത്തെ പ്രവർത്തകര് രാത്രിയും പകലും ഇല്ലാതെ ഊണും ഉറക്കവും ഇല്ലാതെ സ്വന്തം ജീവനും ആരോഗ്യവും പണയം വെച്ചിട്ടാണ് ജനങ്ങളുടെ സ്വാബ് എടുക്കാനും അവരെ ആശുപത്രി കൊണ്ടുപോകാനും ലേബർ ക്യാമ്പുകളിൽ പോയി ഭക്ഷണം സപ്ലൈ ചെയ്യാനും ഒക്കെ നിന്നത്. അതിന്റെ മുൻനിരയിലുണ്ടായിരുന്നത് KMCC ആണ്. ആ KMCCക്ക് അന്ന് ഞാൻ കൊടുത്തൊരു ഓഫർ ഞാനിപ്പോഴും പറയുകയാണ്. ഇപ്പം ഞങ്ങൾ പ്രവാസികൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് കടന്നു പോകുന്നത്. യുദ്ധം കാരണം കുറെ പേർക്ക് വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് താൽക്കാലികമാണ്. അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും സൗജന്യമായിട്ട് പരിശോധനാ ഫീസ് ഇല്ലാതെ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ KMCCയുടെ റെക്കമെൻഡേഷനോടെ വരുന്ന ആരെയും ഞാൻ വർക്ക് ചെയ്യുന്ന അജ്മാൻ അൽ ഇത്തിഹാദ് പോളി ക്ലിനിക്കിൽ പരിശോധനാ ഫീസ് ഇല്ലാതെ നോക്കാൻ ഞാൻ ഇപ്പോഴും റെഡിയാണ്. അന്ന് കൊറോണ കാലത്ത് KMCC കൊടുത്ത ആ വാഗ്ദാനം ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു. നിങ്ങൾക്ക് തോന്നുന്ന ജെനുവിനാണെന്ന് തോന്നുന്ന ആൾക്കാരെ സൗജന്യ പരിശോധന വേണമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന അജ്മാൻ അൽ ഇത്തിഹാദ് പോളി ക്ലിനിക്കിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പരിശോധന സൗജന്യമായിരിക്കും, പരിശോധന ഫീസ് സൗജന്യമായിരിക്കും. ഇൻവെസ്റ്റിഗേഷനൊക്കെ വേണ്ടി വന്നാൽ മാത്രമേ അതിന് പൈസ വരുള്ളൂ. ഇങ്ങനെ ഒരു
കാരണം ഈ ഒരു വീഡിയോ ഇപ്പം ഞാൻ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയാണ്. ഒരു 15 വർഷം മുന്നത്തെ കേരളം അല്ല ഇപ്പം. വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമാണെന്ന് അഭിമാനിക്കുന്ന നമുക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലായിടത്തും ജാതി മതവും വർഗീയതയും ആചാരങ്ങളും കുത്തിക്കയറ്റി കുത്തിത്തിരിപ്പുണ്ടാക്കി നാട്ടിൽ കലാപവും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചാൻസ് നോക്കി നടക്കുന്ന കുറേ വിഷജന്മങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ. കേരളം ഇപ്പോഴും കേരളമായിട്ട് ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞാൻ രണ്ട് പാർട്ടികൾക്കേ കൊടുക്കുകയുള്ളൂ. ഒന്ന് CPM-ഉം ഒന്ന് മുസ്ലിം ലീഗും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ കേരളത്തിൽ കോൺഗ്രസ് ഇല്ലേ? കോൺഗ്രസ് ഉണ്ട്. മതേതര ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. അവർ കേരളത്തിലുണ്ട്, നല്ലൊരു ശക്തിയാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടി CPM ആയിരിക്കും, അണികളുള്ളത്. സെക്കൻഡ് ആയിരിക്കും കോൺഗ്രസ്. ഇനി അതല്ല, CPM-നെ കടത്തു വെട്ടി കോൺഗ്രസ് മുന്നിലെത്തിയോന്ന് അത് നമുക്ക് അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത രണ്ട് പാർട്ടിയാണ്, കാര്യമായ പ്രാധാന്യം ഇല്ലാത്ത രണ്ട് പാർട്ടിയാണ് മുസ്ലിം ലീഗും CPM-ഉം. ഈ രണ്ട് പാർട്ടികളും ഉള്ളതാണ് ഇപ്പോഴും കേരളമായിട്ട് നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം. അതിൽ CPM-ന് അതിന്റെ ലക്ഷ്യം തെറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് പാർട്ടിയുടെ പോക്കിൽ വിഷമമുണ്ട്. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ മലപ്പുറത്തെയും മുസ്ലിം ലീഗിനെയും കുറ്റം പറയുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എല്ലായിടത്തും നിങ്ങൾ ജാതി മതവും കുത്തിക്കയറ്റല്ലേ. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതുകൊണ്ട് CPM-ഉം മുസ്ലിം ലീഗും വീക്കാകരുതെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ന്യൂനപക്ഷത്തെ ആയാലും ഭൂരിപക്ഷത്തെ ആയാലും തീവ്രവാദത്തിലേക്ക് പോകുന്നതിന് തടഞ്ഞു നിർത്താൻ ഈ രണ്ട് പാർട്ടികൾക്കും ഇപ്പോഴും കഴിവുണ്ട്. ഈ രണ്ട് പാർട്ടികളുടെയും പ്രാധാന്യം കുറഞ്ഞാൽ കേരളം അപകടത്തിലേക്കാണ് പോവുക. അതുകൊണ്ട് ആ ഒരു ആശങ്ക ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.